കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലല്ലോ, ഇന്ത്യയുടെ രാജാവൊന്നുമല്ലല്ലോ. രാഹുൽ ഗാന്ധി പൊന്നു ശ്രീജിത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും അല്ല, രാജാവും അല്ല. പക്ഷെ രാഹുൽ ഗാന്ധി കള്ളനല്ല, വോട്ട് കട്ട് രാജ്യം ഭരിക്കുന്ന കള്ളനല്ല. ഈ ഒരു ഡിബേറ്റ് മിസ് ചെയ്തിട്ടോ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് അത് കാണണം നിങ്ങൾ. അതായത് എത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഈ ജനങ്ങളെ പറ്റിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ഈ പണിക്കരൊക്കെ ഉണ്ടല്ലോ, പച്ചക്ക് കളവ് പറയാം, പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് കളവ് പറയുന്നതിന്റെ പക്ക ഒരു ഉദാഹരണമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അത് കണ്ടതുകൊണ്ടാണ് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ഇവന്റെ വീഡിയോ മാത്രം ചെയ്യാന്നല്ല. പക്ഷെ നിങ്ങൾ കണ്ടു നോക്ക്, ഇന്നലെ ന്യൂസ് 8 നടന്നൊരു ഡിബേറ്റ് ആണിത്, ഒന്ന് കണ്ടു നോക്കേ. കമ്മീഷൻ പോലും പറയാത്ത കാര്യങ്ങൾ അസീസ് പണിക്കരുടെ അയ്യോ, ഞാൻ പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളാ. താങ്കൾ നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളെ എനിക്ക് വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. കേട്ടല്ലോ നിങ്ങള്, തെളിവ് സഹിതം മാധ്യമങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളാണ് വോട്ട് ചോരിനെതിരെയുള്ളത്. അതാണ് ശ്രീജിത്ത് വിശ്വസിക്കുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കുന്നതിൽ എനിക്ക് ഇതില്ല എന്നാ പറയുന്നത്. നോക്കിക്കോ, ഈ മാധ്യമങ്ങൾ കൊണ്ടുവന്നതും ശ്രീജിത്തിന്റെ ന്യായീകരണം നിങ്ങൾ കേൾക്ക്. എനിക്ക് അല്ലല്ല, രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗിക ഡേറ്റയുമായിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലല്ലോ, ഇന്ത്യയുടെ രാജാവൊന്നുമല്ലല്ലോ. അതാണ് രാഹുൽ ഗാന്ധി, എന്റെ പൊന്നു ശ്രീജിത്ത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും അല്ല, രാജാവും അല്ല. പക്ഷെ രാഹുൽ ഗാന്ധി കള്ളനല്ല, വോട്ട് കട്ട് രാജ്യം ഭരിക്കുന്ന കള്ളനല്ല രാഹുൽ ഗാന്ധി. നിന്റെ മുത്തപ്പനെ പോലല്ല എന്നുള്ളത് ആലോചിച്ചാൽ മതി കേട്ടോ. ബാക്കി കേക്ക്. നിങ്ങളുടെ വിചാരം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വരുന്നു, കോൺഗ്രസിന് വോട്ട് ചെയ്യാത്ത തെരഞ്ഞെടുപ്പുകളെല്ലാം റിഗ്ഡ് ആണെന്നാണ് നിങ്ങളുടെ ധാരണ. ആ ധാരണ പോലെ മണ്ടത്തരം വേറെ ഇല്ല സാറേ. അല്ലല്ല, ഒരു മിനിറ്റ്. അതായത് നോക്കൂ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ആരോപണങ്ങളല്ല, അദ്ദേഹം തെളിവുകൾ സഹിതം പ്രദർശിപ്പിച്ച കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി ഉണ്ടായില്ല. ആ തെളിവെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ പോലെ മിണ്ടായിരുന്നില്ലേ? അല്ല, ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒറ്റ ചോദിച്ചോട്ടെ. ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യാജമാണെന്നാണ്. അത് വ്യാജമാണോ അല്ലയോ? ശ്രീകുമാർ സാറിന് ഇപ്പൊ തന്നെ താങ്കളുടെ മുന്നിലുള്ള തെളിവ് വെച്ച് പറയൂ. നിങ്ങൾ കേട്ടല്ലോ, അതായത് പത്രക്കാർ തെളിയിച്ച കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമല്ലോ. ഈ പത്രങ്ങൾ തെളിയിച്ചു എന്ന് ശ്രീജിത്ത് പറഞ്ഞൊരു കാര്യം എന്താ? രാഹുൽ ഗാന്ധി പറഞ്ഞത് മൊത്തം തെറ്റാണെന്ന് പത്രങ്ങൾ തെളിയിച്ചു എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. ശ്രീജിത്ത് പറഞ്ഞ ഒന്നുമല്ല. അതായത് ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം ഒരു 500 ആളുകൾ ഒരേ വീട്ടു നമ്പറിൽ വന്ന സമയത്ത്, അവിടെ കുറച്ച് ഗോധി മീഡിയ പോയ സമയത്ത് എന്താ കണ്ടെത്തിയത്? ഒരു വലിയ പറമ്പാണ്. ആ പറമ്പിൽ മൊത്തം ഉള്ള കുടുംബക്കാർ മൊത്തം ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഈ മൊത്തം ആൾക്കാരുടെ വീട്ടു നമ്പർ 1 എന്നാ പറഞ്ഞത്. ഇത് മാത്രമാണ് പത്രങ്ങൾ പോയി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് എതിരെ. അതേ സ്ഥാനത്ത് ശ്രീജിത്ത് പണിക്കർക്ക് ഇത് ഓർമ്മ ഉണ്ടോ? ഈ ഒരു വീട് ഓർമ്മ ഉണ്ടോ? ഒരു കുടിസ് റൂമാണ് ഈ മഹാദേവപുരയിലുള്ള കർണാടകയിൽ. 80 ആളുകൾ അതിൻ്റെ ഉള്ളിൽ അന്ന് കണ്ടെത്തി. ബി ജെ പിയുടെ ആളുകൾ ചേർത്തിയ 80 ആളുകൾ ഇതിൻ്റെ അകത്തുണ്ടെന്നും പറഞ്ഞിട്ടാണ് അന്ന് പോയി നോക്കിയത്. അന്നും പത്രങ്ങൾ അവിടെ പോയിരുന്നല്ലോ. ഒരാളെ പോലും അവിടെ കണ്ടിട്ടില്ല. ഒരേ ഒരാൾ, 2 ആൾ താമസിക്കുന്ന സ്ഥലത്ത്. ഇത് പത്രങ്ങൾ കണ്ടെത്തിയതല്ലേ? ഇത് വോട്ട് ചോരിയല്ലേ? ഇതെന്താ ശ്രീജിത്തിന് എവിടെയും പറയാൻ പറ്റുന്നില്ല? എന്ത് പച്ച കോൺഫിഡൻസ് കള്ളത്തിനാണ് നീ വിളിച്ചു പറയുന്നത്? അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലം, ഒരു ഫാക്ടറിയിൽ 350 ആൾക്കാരാണ്. മഹാദേവപുരയിലുള്ള ഒരു ഫാക്ടറിയിൽ 350 ആൾക്കാരെ വോട്ട് ചേർത്തിട്ടുള്ളത്. ആ ഫാക്ടറി അടച്ചു പൂട്ടിട്ടേ 10 കൊല്ലമായി. ഇതും മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്തേ നിനക്കത് പറയാനില്ലേ? പിന്നെ നമ്മുടെ ബ്രസീലിയൻ മോഡൽ 22 ID ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉള്ളത്. അതിൽ 3 ആളുകളാണ് വന്ന് പറഞ്ഞത് എന്ത്, ഞങ്ങൾക്ക് ID ഇതാണ്, പക്ഷെ ഞങ്ങളാണ് വോട്ട് ചെയ്തത് എന്നുള്ളത്. അതെന്തേ ശ്രീജിത്തിന് പറയാനില്ല? അതൊന്നും ശ്രീജിത്തിന് പറയാനില്ല. ഇതൊക്കെ വോട്ട് ചോരിക്ക് എതിരെയാണ്. ഇന്നലെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരുത്തിനെ പിടിച്ചു. കർണാടകയിൽ തന്നെ കഴിഞ്ഞ 2ാമത്തെ വോട്ട് ചോരി പത്രസമ്മേളനത്തിന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നല്ലോ, എത്ര 3000 കള്ള നമ്പറുകൾ എടുത്ത് 6000 ആൾക്കാരുടെ വോട്ട് വെട്ടിയവൻ. OTP എടുത്തിട്ട് ഒരു അക്ഷയ സെന്ററിൽ പോയിരുന്നിട്ട് BJP MLA പറഞ്ഞിട്ട് വോട്ട് വെട്ടിയവൻ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ ഇപ്പറഞ്ഞ വോട്ട് ചോരിക്ക് എതിരെയാണ്. ഇതൊന്നും ശ്രീജിത്ത് കാണൂല. ശ്രീജിത്ത് ആകെ ഒന്നേ കണ്ടിട്ടുള്ളൂ. എന്ത്, ഏതോ ഒരു ഗോധി മീഡിയ അവിടെ പോയപ്പോൾ 500 ആൾക്കാർക്കും 500 വീടുണ്ട്, അല്ലെങ്കിൽ 250 വീട് അവിടെ ഉണ്ട്. പക്ഷെ എല്ലാ വീടിനും ഒരേ നമ്പറാണ്. ഇതാണ് പത്രങ്ങൾ കണ്ടെത്തിയത്. എൻ്റെ പൊന്നു ശ്രീജിത്തെ, പച്ചക്ക് ഈ പത്രങ്ങളും ബാക്കിയുള്ള ആൾക്കാർ മുമ്പിൽ ഈ സാധനം വെച്ചെന്നാലും നിന്റെ ഒക്കെ അണ്ണാക്കിലെ പിരിവെട്ടിയ ചാണകം നീക്ക് പുറത്തോട്ട് ചിന്തുള്ളൂ, അല്ലെ തുപ്പുള്ളൂ. ഇത് കണ്ടപ്പോൾ ഇവൻ്റെ ഈ ഒരു എന്താ പറയുക ഡിബേറ്റ് ഇന്നലെ കണ്ടപ്പോൾ അവൻ്റെ ആ കോൺഫിഡൻസ് ലെവൽ നോക്കുക. അപ്പുറത്തിരിക്കുന്ന ഒരു മൊണ്ണകൾക്കും തിരിച്ചു പറയാൻ പറ്റുന്നില്ല. അപ്പുറത്ത് 2 പേര് ഇരിക്കുന്നുണ്ട്. എന്ത് പേരില്ല എനിക്കറിയില്ല. 2 പേരും ഇവനിതങ്ങ് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയപ്പം ഇതുപോലെ സംഭവങ്ങൾ എടുത്തിട്ട് കൊടുക്കുക, അവന്റെ വായിക്ക് അണ്ണാക്കൽ അടിച്ചു കൊടുത്തൂടായിരുന്നോ? എന്തിനാ ഇവരൊന്നും പറയാത്ത? ഇവരൊക്കെ പിന്നെ എന്തിനു പോയിരിക്കുക പത്ര ഇതിനും പറഞ്ഞിട്ട്? സത്യം ഇങ്ങനത്തെ ചാനലുകളിൽ വന്ന് ഇരുന്നിട്ട് 1, 2, 3 എന്താ പറയാ ആൾക്കാരെ അല്ലെ ഹോസ്റ്റിനെ അവിടെ കൊണ്ടിരുത്തും. എല്ലാം പച്ചക്ക് ഇതുപോലെ കളവ് പറയുന്ന കുറെ സംഘ പരിവാണ പുത്രങ്ങൾ അവിടെ കൊണ്ടിരുത്തും.
അവന്മാർ എന്ത് പറഞ്ഞാലും അവന്മാർക്ക് ഭയങ്കര കോൺഫിഡൻസ്. സംഘികളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സംഘികൾ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇവനൊക്കെ പറഞ്ഞ മണ്ടത്തരങ്ങളും കേട്ടിട്ട് ഭയങ്കര കോൺഫിഡൻസ് ലെവലിലേക്ക് അവർ സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ വീഡിയോന്റെ താഴത്തെ കമന്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര കോൺഫിഡൻസ് ലെവലാണ് പറയുന്നതോ. ശുദ്ധ മണ്ടത്തരും പൊട്ടത്തരും ചെറ്റത്തരും ആയിരിക്കും, എങ്കിലും കോൺഫിഡൻസ് ലെവൽ വിടില്ല. അതാണ് ഇവിടെ നടന്നത്. ശ്രീതി പറയുന്നത് പത്രക്കാർ കണ്ടെത്തി മറ്റൊരൊറ്റ സംഭവം കണ്ടെത്തിയതും അവിടെ 100 അപ്പുറത്ത് നിരന്ന് കിടക്കുക. ഏത് പത്രക്കാർ കണ്ടെത്തിയത് ഇതിനെതിരെ, അതായത് നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ കണ്ടെത്തിയ 100 കാര്യങ്ങളുണ്ട്. അതൊരൊറ്റ ഒന്ന് ശ്രീത്ത് മിണ്ടുന്നില്ലല്ലോ. അത് തിരിച്ച് ചോദിക്കാൻ ഈ പറഞ്ഞ അവിടെ പോയിരിക്കുന്ന ഏത് സാറന്മാരാണെങ്കിലും ഒരൊറ്റ ഇതിന്റെ വാത് തുറക്കുന്നില്ലല്ലോ. ഇങ്ങനെയാണ് ഇവന്മാർ ഈ അജണ്ട പ്രൊപ്പഗണ്ടായിട്ട് ഇതുപോലത്തെ ഡിബേറ്റുകൾ കൊണ്ടുവച്ച് പാവം സംഘി കുഞ്ഞുങ്ങളെ, സംഘപരിവാണങ്ങളെ പറ്റിക്കുന്നത് ഇങ്ങനെയാണ്. കുറച്ചുകൂടെ അതിന്റെ ബാക്കി കേൾക്ക്. അതിൽ പത്രത്തിലേക്ക് കേൾക്കോ സാറേ? ശ്രീകുമാർ സാറേ പത്രങ്ങൾ പോയി രാഹുൽ ഗാന്ധിയുടെ ആരോപണം കള്ളമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നതിന് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ശ്രീകുമാർ സാർ കേൾക്കും അല്ലേ? അല്ലേ? അങ്ങനല്ലേ? അല്ല, ഞാൻ പറഞ്ഞു സാറേ, നിങ്ങളുടെ വിചാരം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വരുന്നു, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ. എവിടെ തെളിഞ്ഞു? ആ തെളിവുകളാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്. ഈ പറഞ്ഞ 500 ആൾക്കാർ ഒരു വീട്ടു നമ്പറുള്ള ഒന്ന് തെളിച്ചു. അത് ആ കോൺഫിഡൻസ് ലെവലൊക്കെ അവൻ്റെ അതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചു. ആര് തെളിയിച്ചു? BJPയുടെ നമ്മുടെ മന്ത്രി വരെ കഴിഞ്ഞ ദിവസം വന്ന് റിജു വന്ന് കൊണകൊണ വർത്താനം പറഞ്ഞു പോയി. എന്താ ഒക്കെ ഫേക്കാണ്, നമ്മുടെ ഒട്ടകം ഗോപാലൻ പറഞ്ഞത് വരെ ഫേക്കാണെന്നും പറഞ്ഞു പോയിട്ട് പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു മറുപടി പറയാൻ റിജുവിനെ കൊണ്ട് പറ്റിയോ? പിന്നെ അനുരാഗ് താക്കൂർ ഉണ്ടായിരുന്നു, ഓൻ വന്നിരുന്നു അന്ന് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഇതാണെന്ന് പറഞ്ഞ ആദ്യത്തെ പത്രസമ്മേളനം ഓർക്കുന്നില്ല. ആദ്യത്തെ പത്രസമ്മേളനത്തിന് എഗെയിൻസ്റ്റ് വന്നത് ഇലക്ഷൻ കമ്മീഷൻ അതിനേക്കാൾ മുമ്പ് വന്ന് താക്കൂർമാനായിരുന്നു. താക്കൂർമാൻ എന്തായി? അടിച്ച് കിട്ടിയോ? മൈമൂനന്റെ പേരും പറഞ്ഞ് താക്കൂർ ചാടി വീണിരുന്നു. എല്ലാം കൂടെ വളഞ്ഞു തിരിഞ്ഞ് മൂക്കിൽ കുത്തിയോ. പിന്നെ താക്കൂറിന് ആ വഴിക്ക് കണ്ടിട്ടില്ല. പിന്നെ രണ്ടാമത്തെ പത്രസമ്മേളനം വിളിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ വന്നു. എന്താ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്? ഇതാ പറഞ്ഞിരുന്നത്. അയ്യോ, കേൾക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടില്ലേ? ഇന്ത്യയിലെ വീടുകളില്ലാതെ പൈപ്പിന്റെ ചോട്ടിൽ കിടക്കുന്ന, ലൈറ്റിന്റെ ചോട്ടിൽ കിടക്കണ, അല്ലെങ്കിൽ പാലത്തിന്റെ അടിയിൽ കിടക്കുന്ന ആൾക്കാരെ കൂടെ ഞങ്ങൾ ചേർത്തി 0 നമ്പർ ഇട്ടിട്ട്. അപ്പൊ അച്ഛനില്ലാത്തവൻ XYZ ഇട്ടു. നിന്റെയൊക്കെ സംഖ്യകളുടെ അവസ്ഥയാണ്. അച്ഛനില്ലാത്ത സംഖ്യകൾക്ക് എന്ത് കൊടുത്തു? XYZ. അച്ഛന്റെ പേര് AUE ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇങ്ങനെ വന്നിട്ട് നെക്സ്റ്റ് ഒരു പ്രോപ്പർ ചോദ്യം ചോദിക്കുമ്പോൾ നെക്സ്റ്റ് അടിച്ച് പോയ ഇലക്ഷൻ കമ്മീഷന്റെ വർത്താനം ഈ പറയുന്നത്. ഇതാണോ ഈ പറയുന്നത്? നിന്റെ പൊന്നെ, നിന്റെ കോൺഫിഡൻസ് ലെവലേ പച്ചക്ക് തെളിഞ്ഞു കാണാടാ. നിന്റെ അടിയിലെ കാവി, പൊളഞ്ഞ കാവി തെളിഞ്ഞു കാണുക. ഇമ്മാതിരി അപ്പുറത്ത് ഇരിക്കുന്നവന്മാരെ ഞാൻ പറയുന്നത്. ബാക്കിയേക്ക് വ്യാജം തന്നെയാണ്. ഏതാ വ്യാജം? 500 ആൾക്കാർക്ക് ഒരേ വീട്ടു നമ്പർ കൊടുത്തു എന്നുള്ളത്. അത് 500 ആൾക്ക് 500 വീടുകൾ അവിടെ ഉണ്ട്. അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും പണ്ട് വീട് വിട്ട് ഞങ്ങളൊരു വലിയ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ കൂട്ടുകുടുംബായി താമസിച്ച് ഞങ്ങൾ ഇങ്ങനെ കഷ്ണം വെച്ചപ്പോൾ ഞങ്ങളെല്ലാ വീടിനും ഒരു നമ്പർ കൊടുത്തു. ഇതാണ് പത്രങ്ങൾ തെളിയിച്ച്. ബാക്കി ഈ 100 അപ്പുറത്ത് കിടക്കുന്നുണ്ട് പത്രങ്ങൾ തെളിയിച്ചത് എഗെയിൻസ്റ്റ് ഇലക്ഷൻ കമ്മീഷനെയും നിന്റെ വോട്ട് കള്ളന്റെയും എതിരെ തെളിയിച്ചതുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ബബ്ബടിക്കാണ്ട് പറയാൻ പറ്റും? നിങ്ങൾക്ക് ബബ്ബടിക്കാണ്ട് പറയാൻ പറ്റും? അപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ചോദിച്ചിട്ടില്ല. മഞ്ജുഷ, അതൊരു വാലിഡ് ചോദ്യമല്ലേ? ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ താങ്കൾ പറയുന്ന തെളിവ് നിരത്തി. അത് വ്യാജമാണോ സത്യമാണോ? രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒരു ഒറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് പറയുന്നത് കള്ളമാണ്, തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യമോ അല്ലേ? നിങ്ങൾക്ക് ഇത് ചോദ്യം ചോദിക്കുമ്പോൾ കൊള്ളും സാറേ. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ രോഷം കൊള്ളല്ലേ സീത്തെ? ഞാൻ താങ്കളെ ഇങ്ങനെയല്ല ധരിച്ചത്. താങ്കൾ ക്ഷമിക്കൂ. താങ്കൾക്ക് ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ എല്ലാ പത്രലേഖകരെയും ഒരാൾക്ക് പോലും സംശയമില്ലാത്ത രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അതിന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം എടുത്തു. ആ 10 ദിവസത്തിൽ ചേർന്ന് നൽകിയ മറുപടിയേ ആയിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ രാഹുൽ ഗാന്ധി കർണാടകത്തിലെ മഹാരാഷ്ട്രത്തിൽ വോട്ട് ചേർക്കാനും കർണാടകത്തിൽ വോട്ട് കളയാനും അതോ തിരിച്ചാണോ എനിക്ക് അറിയില്ല, അത് ശ്രമം നടന്നു എന്നാ പറഞ്ഞത്. ശ്രമം നടന്നു. അതൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. അല്ല അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം. ഞാൻ പറയട്ടെ
അല്ല പക്ഷെ അദ്ദേഹം അങ്ങനെ പറയരുത്. അദ്ദേഹം പറഞ്ഞ അങ്ങനല്ല, അതല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. മണ്ട രാഹുൽ ഗാന്ധി പിന്നെ എന്താടാ മണ്ട പറഞ്ഞത്? കർണാടകയിലെ വോട്ട് വെട്ടിയതും അതേപോലെ തന്നെ കർണാടകയിലെ മഹാദേവപുരയിലെ വോട്ട് കയറ്റിയതും മഹാരാഷ്ട്രയിൽ ഏകദേശം 40-45 ലക്ഷം വോട്ട് കീറിയതും ഇതൊക്കെ തന്നെ പറഞ്ഞത്. ഇതിലൊന്നും ഒരു തെറ്റുമില്ല, തെളിഞ്ഞ കാര്യങ്ങളാ. അത് പറയാത്തത് ഗോതിയും ഇടി നിന്നെ പോലത്തെ 2, 3, 4 സംഘ പറയുവാണങ്ങളും മാത്രമാണ് സമ്മതിച്ചിരാത്തത്. ബാക്കി എല്ലാവരും സമ്മതിച്ചു. ആ സമ്മതിച്ച് തന്നെ ഈ ഹരിയാനയിൽ കണ്ടത്, ഹരിയാനയുടെ ബാക്കി അപ്പോൾ ബീഹാറിലും കണ്ടത്. എന്തേ കണക്കിലൊന്നും തെറ്റ് ഇല്ലല്ലോ. ഞാനിത് ബാക്കി നിർത്തുക. ഇങ്ങനെ ന്യായീകരിക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞത് മൊത്തം പച്ചക്കള്ള നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പം ഈ 500 ആളുകളുള്ള ഒരേ വീട്ടു നമ്പർ അല്ലെ 10,000 വീട്ടു നമ്പർ കണ്ടുപിടിച്ച ഒരൊറ്റ ഒന്നുമ്മിൽ പിടിച്ചിട്ട്, അത് രാഹുൽ ഗാന്ധി പറഞ്ഞ സത്യമാണ്. ഒരേ വീട്ടു നമ്പറിൽ 500 ആളുണ്ട്, പക്ഷേ ഒരേ വീട്ടു നമ്പറാണ് അവിടുത്തെ 100 വീടിന് കൊടുത്തത്. അത് നമുക്കറിയില്ല. എങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടു നമ്പർ തന്നെ എൻ്റെ അയൽക്കാർക്കൊക്കെ കൊടുക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും അത് സംഭവം രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു തെറ്റും അവിടെ ഇല്ല. 80 ആൾക്കാരെ കയറ്റിയിലും തെറ്റില്ല, 350 ആൾക്കാരെ കയറ്റിയിലും തെറ്റില്ല. ബ്രസീലിയൻ മോഡലിന് ഇറക്കിയ നമ്മുടെ പരിപാടികളും ഒരു തെറ്റുമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് അവൻ പറഞ്ഞ 6000 ആൾക്കാരെ വോട്ട് അവൻ വെട്ടിയിട്ടുണ്ട്. ഒരു വോട്ടിന് 700 രൂപ വെച്ച് അവന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസാക്ഷൻ ഈ അക്ഷയ സെൻറ്ററിന് മറ്റേ എന്താ പറയുക, അക്ഷയ സെൻറ്റർ അല്ല, ആ ഒരു സൈറ്റ് എന്താ പറയുക, ഒരു കഫേന്ന് അവനൊക്കെ ട്രാൻസ്ഫർ പോയ പൈസയുടെ തെളിവുണ്ട്. ഇതൊക്കെ പച്ചവെള്ളം പോലെ തെളിഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ടും അത് മനസ്സിലാക്കാണ്ട് നിൽക്കുന്ന സംഘി കളസം തൂക്കിയിട്ടുള്ള ഇതുപോലത്തെ വെട്ടവളിയന്മാരെ ശ്രവിച്ച് കേട്ടിരിക്കുന്ന വിവരം കെട്ട സംഘി കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാലത്ത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള 2 ഒന്ന് ആത്മഹത്യ ചെയ്ത് മരിച്ചു പാവം, രണ്ടാമത്തേത് ആത്മഹത്യ തുനിഞ്ഞിട്ടുണ്ട്, മുതിർന്നിട്ടുണ്ട്. നീയൊക്കെ കൂടെ പറ്റിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ശാഖയിൽ പോയ കുണ്ടന്മാരെ കളിയിൽ ഒരുത്തൻ പാവം അവൻ്റെ ജീവനും കളഞ്ഞു. ഇതൊന്നും നിനക്ക് വാ തുറക്കാണ്ടാവില്ല. അവർക്ക് വാ തുറന്നാലേ നീ അടക്കടിച്ച കുണ്ടനടിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് പുറത്തു വരും. അതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത് നീയൊക്കെ. അല്ലാത്ത ജാതികൾ.